ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA സംസാരിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് മുൻ മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ ടേപ്പ് അല്ലെങ്കിൽ ഓഡിയോ സംഭാഷണം നമ്മൾ കേരളത്തിലെ ജനങ്ങളെ കേൾപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന വലിയ ക്രമക്കേടും അഴിമതിയും കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതിനെ അന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ അന്ന് കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞിരുന്നത് ഇത് AI വീഡിയോ അല്ലെങ്കിൽ AI ഓഡിയോ ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് അറിയില്ല, അത് വ്യാജ ഓഡിയോ ആണ് എന്നുള്ള പ്രതികരണം നടത്തി. എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിയമ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, കാരണം അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. പക്ഷേ ഞാൻ നിയമ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരനക്കവും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൊതുവേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനങ്ങളോട് വന്ന് ഒരു കാര്യം പറയും. ഇപ്പം ഞാനൊരു ജനപ്രതി എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഈ നിലയിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ അഴിമതിയും ക്രമക്കേടുമാണ് എന്ന് പറയുന്നു. മറുവശം പറയുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇത് വെറും വ്യാജമായ ഓഡിയോ ആണ് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത്, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അതിൻ്റെ ഒരുപാട് മറ്റു വാർത്തകളും കാര്യങ്ങളും വരുമ്പോൾ ജനങ്ങളത് മറന്നു പോകുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ ഒരു സന്തോഷകരമായ കാര്യം, ഒരു തേർഡ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി UDFൻ്റെ സർക്കാരിന് കൊടുക്കുകയും ബഹുമാനായ ആഭ്യന്തരമന്ത്രി ആ കാര്യത്തിൽ സംയോജിതമായി ഇടപെട്ട് ഒരു അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കാരണം ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യം വ്യാജമാണെന്നും കള്ളമാണെന്നും ഞാൻ AI വെച്ചുണ്ടാക്കിയതാണെന്നും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയാണെന്നും CPMഉം ഇടതുപക്ഷവും ആരോപിച്ചിരുന്ന ഒരു കാര്യം, അതിൻ്റെ സത്യസന്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഇതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം പ്രതികരണമാണ്.